ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഡോക്യുമെന്റേഷന്റെ പ്രൊസീജിയേഴ്സ് ആണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ആദ്യമായി നമ്മൾ ചെയ്യുന്നത് അനശ്വർ അതായത് ഫീസിബിലിറ്റിയുടെ ഫോമാണ്. അത് KECBിലോട്ട് സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന പ്ലാന്റിന്റെ കപ്പാസിറ്റി അനുസരിച്ച് കസ്റ്റമറിന്റെ സെക്ഷനിൽ നിന്നാണ് നമ്മൾ ഫീസിബിലിറ്റി എടുക്കുന്നത്. ഫീസിബിലിറ്റി എടുക്കുന്നതിനൊപ്പം തന്നെ അതിന്റെ ചാർജായ 1180 രൂപ കൂടെ KECBിലോട്ട് അടയ്ക്കും. ഇതിൽ 1000 രൂപ ഫീസിബിലിറ്റി ചാർജും പിന്നെ 18% GST ആയിട്ടാണ് ഈ 1180 രൂപ വരുന്നത്. ഫീസിബിലിറ്റി എടുത്തതിന് ശേഷം ട്രാൻസ്ഫോമർ വെരിഫിക്കേഷൻ കഴിഞ്ഞ് 7 ദിവസത്തിനുള്ളിൽ നമുക്ക് ഫീസിബിലിറ്റിയുടെ അപ്രൂവൽ കിട്ടും. അതിനുശേഷം നമുക്ക് നമ്മുടെ സിസ്റ്റം അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. അഡ്വാൻസ് പേയ്മെന്റ് വന്ന് 10 ദിവസത്തിനുള്ളിൽ നമ്മൾ വെൽഡിംഗ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യും. അതുപോലെ തന്നെ ഗോഡൌണിൽ BOM അറേഞ്ച് ചെയ്യും. പിന്നീട് മാക്സിമം 20 ദിവസത്തിനുള്ളിലാണ് ഇൻസ്റ്റലേഷന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഫസ്റ്റ് ഡേ വെൽഡിംഗ് വർക്ക്, പിന്നീട് ഇലക്ട്രിക്കൽ വർക്കായിട്ടാണ് ചെയ്യുന്നത്. ടെക്നീഷ്യൻസിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഇലക്ട്രിക്കൽ വർക്കും വെൽഡിംഗ് വർക്കും നമ്മൾ ഒരു ഡേയും ചെയ്യാറുണ്ട്. ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം സെക്കൻഡ് ഷെഡ്യൂൾ പേയ്മെന്റ് 40% നമ്മൾ കളക്ട് ചെയ്യും. അതിനൊപ്പം തന്നെ നമ്മുടെ അക്കൗണ്ട്സിൽ നിന്ന് ഇവിടെ ബില്ലിങ്ങും ചെയ്യാറുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഗ്രിഡ് രജിസ്ട്രേഷന്റെ കാര്യങ്ങളാണ്. ഗ്രിഡ് രജിസ്ട്രേഷനായിട്ട് നമ്മൾ വെച്ചിട്ടുള്ള പാനലിന്റെ ഇൻവെർട്ടറിന്റെയും ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് അതിനൊപ്പം പിന്നീട് KECB ആവശ്യപ്പെടുന്ന കുറച്ച് ഡീറ്റെയിൽസ് കൂടെ വെച്ച് 200 രൂപ സ്റ്റാമ്പ് പേപ്പറിൽ നെറ്റ് മീറ്ററിന്റെ എഗ്രിമെന്റ് കൂടെ എടുത്ത് സൈൻ ചെയ്തിട്ടാണ് KECBിലോട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. ഗ്രിഡ് രജിസ്ട്രേഷന്റെ ഡോക്യുമെന്റ്സ് നമ്മുടെ ഫീൽഡ് സ്റ്റാഫ് കൊണ്ടുവരുമ്പോൾ രജിസ്ട്രേഷന്റെ പേയ്മെന്റ് കൂടെ ഇതിന്റെ ഒപ്പം കൊടുക്കേണ്ടതായിട്ടുണ്ട്. 1 കിലോവാട്ട് ചെയ്യുമ്പോൾ 1000 + 18% GST ആണ് വരുന്നത്. അതായത് 3 കിലോവാട്ട് ചെയ്യുന്ന ഒരാൾക്ക് 3000 + 18% GST 3540 രൂപയാണ് വരുന്നത്. 5 കിലോവാട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 5000 + GST 5900 രൂപയാണ് വരുന്നത്. രജിസ്ട്രേഷനായി അടയ്ക്കുന്ന ഈ പേയ്മെന്റ് 80% കസ്റ്റമറിന്റെ അക്കൗണ്ടിലോട്ട് നമ്മുടെ സിസ്റ്റം വർക്കിംഗ് ആയതിനു ശേഷം റീഫണ്ട് ആകുന്നതാണ്. നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെന്റ്സ് ഡിമാൻഡ് ചെയ്ത് രജിസ്ട്രേഷന്റെ പേയ്മെന്റ് ചെയ്താൽ രജിസ്ട്രേഷന്റെ ആ പ്രൊസീജിയേഴ്സ് അവിടെ കംപ്ലീറ്റ് ആവും. അടുത്തതായിട്ട് KECBിൽ നിന്ന് മീറ്ററിന് സ്റ്റോറിലോട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് സ്റ്റോറിൽ നിന്ന് അലോക്കേഷനായി വരുന്നതനുസരിച്ചാണ് കസ്റ്റമറിന് കണക്ഷൻ കിട്ടുന്നത്. അലോക്കേഷൻ ആകാൻ ഡിലേ ഉണ്ടെങ്കിൽ കസ്റ്റമർക്ക് ഒരു ഓപ്ഷൻ ഉള്ളതാണ് സ്വന്തമായിട്ട് മീറ്റർ പർച്ചേസ് ചെയ്യാമെന്നുള്ളത്. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന മീറ്റർ ടെസ്റ്റ് റിപ്പോർട്ടുമായിട്ട് KECBിൽ സബ്മിറ്റ് ചെയ്താൽ അടുത്ത ദിവസങ്ങളിലേക്ക് അവർ കസ്റ്റമറിന് കണക്ഷൻ അറേഞ്ച് ചെയ്യും. ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ കഴിയുമ്പോൾ നമ്മുടെ സിസ്റ്റം സേഫ്റ്റി സെറ്റിംഗ്സും വൈഫൈ കോൺഫിഗറേഷനും കംപ്ലീറ്റ് ചെയ്യും. വൈഫൈ കോൺഫിഗർ ചെയ്യുന്നത് ഓൺലൈനായിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ലോഗിൻ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നത് KECBിലെ നെറ്റ് മീറ്റർ കണക്ഷന് ശേഷം ഓഫീസിൽ നിന്നാണ്. ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആകുന്നതനുസരിച്ച് നമ്മുടെ ഫീൽഡ് സ്റ്റാഫ് ഇൻസ്റ്റലേഷന്റെ റിപ്പോർട്ട് ഓഫീസിലോട്ട് സബ്മിറ്റ് ചെയ്യാറുണ്ട്. ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റഡ് സൈറ്റ് ഫോട്ടോസ് വരുന്നുണ്ട്, കംപ്ലീറ്റഡ് സൈറ്റ് വീഡിയോസ് വരുന്നുണ്ട്, പെൻഡിംഗ് വർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, കസ്റ്റമർ സൈഡ് എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, KECB പേയ്മെന്റ്സ് കളക്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, കസ്റ്റമറിന് പ്രോപ്പറായിട്ട് നമ്മുടെ സിസ്റ്റം വർക്കിങ്ങിനെ പറ്റി എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതെല്ലാം നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സിസ്റ്റം വർക്കിംഗ് ആയി തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഫൈനൽ പേയ്മെന്റ് 10% കളക്ട് ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ് ആകുന്നതനുസരിച്ച് നമ്മൾ ഓഫീസിൽ നിന്ന് ബില്ലും വാറന്റി പേപ്പേഴ്സും കൊറിയർ അയച്ചു തരും. ഇതോടുകൂടി നമ്മുടെ ഇൻസ്റ്റലേഷന്റെ പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ആകുന്നുണ്ട്. ആഫ്റ്റർ സെയിൽസ് എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമായിട്ട് വരുവാണെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ കണക്ട് ചെയ്താൽ മതിയാവും.